കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. സോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ചെറിയൊരു ക്ഷമയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഞാൻ ഒരു ട്രിപ്പിന് പോയിരിക്കുമായിരുന്നു, ചെറിയൊരു വെക്കേഷൻ പ്ലാൻ. അവിടെ ചെന്നപ്പോൾ തന്നെ മഞ്ഞും തണുപ്പും പൊടിയൊക്കെ അടിച്ചേറി ആകെപ്പാട് സൗണ്ടൊക്കെ വല്ലാണ്ടായിട്ട് ഇരിക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ച് റെഡിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതല്ലാതെ റെഡിയാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒന്ന് എന്നോട് ക്ഷമിച്ചേക്കുക. സോ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്റർ 1134 ഈ വർഷത്തെ അവസാനത്തെ ചാപ്റ്റർ കൂടിയാണ്. അത് മാത്രമല്ലാതെ ഈ ചാപ്റ്ററിന്റെ അവസാനം ഒരു കിടിലൻ ക്ലിഫ് ഹാങ്ങറും ഉണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോക്ക് ചെറിയൊരു ടാർജറ്റ് വെക്കുന്നുണ്ട്. വൺ പീസ് ഫാൻസ് എല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടാർജറ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാവുന്നതാണ്. വെറും 1K ലൈക്സ് ആണ്. നമ്മുടെ വൺ പീസിന് അത്യാവശ്യം റീച്ച് ഉള്ളതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോക്ക് ഒരു 1K ലൈക്സ് ആകാൻ സഹായിക്കും. സോ നീ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന നേരത്തെ നമ്മുടെ ലൂഫിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഓൾഡ് മാൻ സോൾ, ഞാൻ കേട്ടിട്ടുണ്ട് റോബിനെ താങ്കൾ കുറെ അധികം സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും താങ്കളുടെ കടത്തിലാണുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ താങ്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ലൂഫി ഒരു ഗ്രീറ്റിംഗ് പൊസിഷനിലേക്ക് നിൽക്കുവാണ്. സ്ട്രോ ഹാറ്റ്സ് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? അപ്പൊ ലൂഫി പറയും ചെയ്യും, ആരും തന്നെ പഠിപ്പിച്ചതല്ല. അപ്പൊ തന്നെ നമ്മുടെ റോബിൻ പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇതാണ് ലൂഫി എന്നും പറഞ്ഞുകൊണ്ട്. ചിരിച്ചുകൊണ്ട് നമ്മുടെ സോള് പറയുകയും ചെയ്യും, പിന്നല്ലാതെ ഇവനെ അറിയാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ, ഇവൻ ലോക പ്രശസ്തനല്ലേ? എന്നിട്ട് റോബിൻ എടുക്കുക പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യും, അവസാനം നീ അവരെ കണ്ടുപിടിച്ചല്ലേ? നീ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവസാനം അവരെ കണ്ടുപിടിച്ചു. എന്നെ അക്സെപ്റ്റ് ചെയ്യാനും എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ളവർ എന്റെ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയാൻ നേരത്ത് തന്നെ എല്ലാവരും കിടന്ന് കരയുവാണ്. റോബിന്റെ കൂട്ടുകാരെ എല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നേരത്തെ കാണിച്ചാൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണേ. ഞാനും എൻ്റെ അസിസ്റ്റൻസ് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അത് കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ പണ്ടൊരു മറീൻ ആയതുകൊണ്ട് തന്നെ ഒരു യോങ്കോ എന്നുള്ള പദവി എന്തുമാത്രം ഇംപ്രസീവ് ആണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ലാതെ നിങ്ങൾ ഇത്ര നല്ല റോബിനെ പ്രൊട്ടക്ട് ചെയ്തതിൽ നന്ദി ഞാൻ പറയുന്നു. അതും പോരാഞ്ഞിട്ട് നിങ്ങൾ ഇനിയും അവളെ പ്രൊട്ടക്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ സോളിന്റെ അടുത്തേക്ക് നമ്മുടെ വെഗാപങ്ക് പറന്നു വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ എങ്ങനെയാണ് ഈ പറക്കുന്നത്? നീ എന്നെ മറന്നുപോയാ? ഞാനാണ് വെഗാപങ്ക്. അപ്പൊ തന്നെ ജിംബെ ഒരു സാധനം അവരുടെ ഷിപ്പിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവം? നീ എന്നോട് എഡ്ഹെഡിൽ നിന്ന് തന്നെ ഇത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നല്ലോ. ഇതിന്റെ അകത്ത് എന്തോ? അകത്ത് ഞാൻ തന്നെ. വേറെ എന്തുവാ? ഇത് കേൾക്കാൻ നേരത്ത് ലൂഫികളൊന്നും ഞെട്ടുന്നുണ്ട്. വേറെ വെഗാപങ്ക് ഇനിയും വന്നെന്നും പറഞ്ഞുകൊണ്ട്. വെഗാപങ്ക് തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങളെ സാറ്റലൈറ്റ്സിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് ഇതൊരു പെർഫെക്റ്റ് കോപ്പി തന്നെയാണ്. 20 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ഒരു ഫോമിലാണ് ഇവിടേക്ക് വന്നത്. ആ വേൾഡ് ഗവൺമെന്റുള്ള കോൺട്രാക്ടുള്ള ടൈമിൽ സ്റ്റെല്ലയ്ക്ക് എപ്പോഴൊന്നും പുറത്തു പോകാൻ സാധിക്കത്തില്ലായിരുന്നു. ആ ടൈമിലാണ് ഇത് യൂസ് ചെയ്തത്. ഞാൻ ആവശ്യമുള്ള എല്ലാം തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൾട്ടിവേഷൻ ഫ്ലൂയിഡും എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് തുറക്കാനായിട്ട് കുറച്ചധികം എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ എനിക്ക് ഇവിടെ ഒരു പുതിയ ലാബ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ തന്നെ നമ്മുടെ ബോണി കയറി ചോദിക്കുന്നുണ്ട്, ലിലിത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്റെ അച്ഛനെ സഹായിക്കാൻ പറ്റുമോ? പുള്ളിക്കാരി അപ്പൊ പറയുകയും ചെയ്യും, അതാണ് എന്റെ മെയിൻ പ്ലാൻ. നീ ശരിക്കും വെഗാപങ്ക് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കണ്ടതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ നീ എന്താണ് ഇപ്പൊ ഒരു പെണ്ണായിട്ടിരിക്കുന്നത്? അപ്പൊ പുള്ളിക്കാരി പറയും ചെയ്യും, അതിനൊക്കെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ കുറെ പിള്ളേർ കിടന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോള് പറയും ചെയ്യും, സോളയുടെ പിള്ളേരെ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് പോരും. ഇവിടെയുള്ള പിള്ളേരൊക്കെ ഈ ഒരു സ്ഥലമാണ് പ്ലേ ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോളിന്റെ പെർഫോമൻസിൽ അത് ബാധിക്കേണ്ടെന്ന് വെച്ച് ഞങ്ങളാണ് അവരെ പിടിച്ച് മാറ്റി വെച്ചത്. എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താമസിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിച്ചേക്ക്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് ടീച്ചർ ആങ്കയാണ്. നമുക്കൊരു കാര്യം ചെയ്യും, ആദ്യം തന്നെ നമുക്ക് ഈ സ്കൂളും ലൈബ്രറി എല്ലാം തന്നെ ചുറ്റിക്കാണാം. ഇത് കേട്ടാ മതി കേൾക്കാത്ത പടി ലൂഫി ഉസപ്പും കൊണ്ടിട്ട് ഓടുന്നുണ്ട്. പിന്നെ എൽബഫിലെ ആ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ തന്നെ 20 വർഷങ്ങൾക്ക് മുമ്പ് സോൾ ഓപ്പൺ ചെയ്ത ആ ഒരു സ്കൂൾ കാണിക്കുന്നുണ്ട്. അത് സ്കൂളും പ്ലേ ഗ്രൗണ്ടും എല്ലാം തന്നെയാണ്. ആങ്കെ ഗർഡ്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ട് വാ. ഞാൻ റോബിനുമായിട്ട് ലൈബ്രറിയിലായിട്ട് നേരിട്ട് പോകുവാണ്. നമ്മുടെ നാമിയും ചോപ്പറും റോബിന്റെ കൂടെ ലൈബ്രറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. സാൻജി അതുകൊണ്ട് അവരുടെ കൂടെ കൂടി. ആ ജയൻസ് കുരിപ്പുകളുണ്ടല്ലോ, അത് നിങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ലൂഫിനെ സോറോനെ ഉസോപ്പിനൊക്കെ ഇട്ട് ഓടിക്കുവാണ്. സോറ പറയുന്നുണ്ട്, ഞാൻ ഇവനായിട്ട് മുറിച്ച് കളഞ്ഞു. ഈ കൊച്ചു കുരിപ്പുകൾക്ക് എല്ലാവർക്കും ലൂഫിനെ സോറോനൊക്കെ പിടിച്ചിട്ട് കള്ളനെ പോലീസും കളിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ തന്നെ കുറെ പെമ്പിളാർ അവിടേക്ക് വന്നിട്ട് അവന്മാരായിട്ട് പെരുമാറുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, നമ്മൾ ഇവരെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. റാറ്റ്സ് ആണ് എൽബഫിന്റെ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോറ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു കൊച്ചു കുരിപ്പ് അവിടേക്ക് വന്നിട്ട് സോറോടെ നേരെ ചാടുകയും ചെയ്യും, നീ അങ്ങനത്തെ വാക്കൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. നീ ഇപ്പൊ പറയുന്നതൊക്കെ കുറച്ച് ഓൾഡ് ഫാഷൻ വേർഡ്സ് അല്ലേ എന്ന് പെട്ടെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. സോറോ അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതൊരു അഡൽട്ട് അല്ലേ സംസാരിച്ചത്, എവിടെയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ തന്നെയാണ് ബാക്കിയുള്ള പിള്ളേർ പറയുന്നത്, നിങ്ങളുടെ മേത്തെന്ന് മാറിക്കോ, നിങ്ങൾ നിൽക്കുന്നത് തന്നെ ഒരു ടീച്ചറിന്റെ മേത്താണ്. ആ സ്കൂളിലെ ബയോളജി ടീച്ചറായ റിപ്ലയുടെ മേത്താണ് നമ്മുടെ ഉസോപ്പും ലൂഫിയും കിടക്കുന്നത്. പുള്ളിക്കാരി ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ജയൻസ് ഒക്കെ ഫുൾ ടൈം ദേഷ്യവും യുദ്ധവും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ, പക്ഷെ അതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. സോള് പറഞ്ഞ്, ഞാൻ നിങ്ങളെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൽബഫിലേക്ക് സ്വാഗതം സ്ട്രോ ഹാറ്റ്. പിന്നെ ഈ ബ്രാഡ്സിന്റെ ഒക്കെ വായെന്ന് പറയുന്നത് അടക്കത്തില്ല, ഇങ്ങനെ കലവിലാന്ന് ചിലച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ തന്നെ ആ കൊച്ചു പിള്ളേരോടും ചോദിക്കുന്നുണ്ട്, ടീച്ചറല്ല നേരത്തെ അങ്ങനെ പറഞ്ഞത് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. നീയൊക്കെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, അല്ലാതെ എന്നെപ്പോലെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, സീക്ക് ടു ട്രേഡ് വിത്ത് അതർ നേഷൻസ് നോട്ട് വേജ് വാർ. ഇത് ഞങ്ങളുടെ ബിലോഡ് ആയുള്ള കിങ് ഹാർലോഡ് പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ തന്നെ ഉസോപ്പ് ഞെട്ടുന്നുണ്ട്, കിങ് ഹാർലോഡ്? അതെ, ഞങ്ങളുടെ കിങ്. പുള്ളിക്കാരന് ഈ കൺട്രീനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ബ്ലഡ് കാരണം തന്നെ പുള്ളിക്കാരൻ മരണപ്പെട്ടു. ഹിസ്റ്ററി ക്ലാസ് ഒക്കെ മതി പിള്ളേരെ, നിങ്ങൾ എല്ലാവരും ഇവരെ നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി കാണിക്കുക. ക്യാപ്റ്റൻ, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ ആ കാണുന്ന പോലെ അല്ലല്ലോ
അല്ലല്ലോ, ആ വൈറ്റ് ഫോമിൽ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ ഇപ്പം. അതെന്താ സംഭവം? അത് വളരെ സിമ്പിൾ ആണ്. ഞാൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ആ ഫോം അച്ചീവ് ചെയ്യുന്നത്. എന്തായാലും എൽബഫിലെ പണ്ടത്തെ ഒരു കഥയിലെ ഒരു ലെജൻഡറി വാര്യനെ പോലെയാണ് നിന്നെ കാണാതിരിക്കുന്നത്. അത് കാണാൻ നേരത്ത് തന്നെ എന്റെ ഹൃദയം ചെറുതായിട്ടൊന്ന് ഇടിക്കുന്നുണ്ട്. അങ്ങനെ സോള് നമ്മുടെ റോബിനൊക്കെ ആയിട്ട് നേരെ ആ ലൈബ്രറിയിലെ അകത്തേക്ക് കയറാൻ പോവാണ്. റോബിന്റെ കയ്യിലായിട്ട് ഒരു കുഞ്ഞു ബുക്കുണ്ട്. അപ്പൊ സോള് പറയും ചെയ്യും, റോബിനെ നീ ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചോ, അകത്ത് കയറാൻ നേരത്ത് നീ അത്ര കട്ടിക്കൊന്നും ആ ബുക്കിൽ കയറി പിടിക്കണ്ട. റോബിൻ അങ്ങനെ അകത്ത് കയറാൻ നേരത്ത് തന്നെ ആ ബുക്ക് പെട്ടെന്ന് വലുതാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ലൈബ്രറിയുടെ ഫുൾ വ്യൂ ആണ്. നോക്ക് റോബിനെ, ഇവിടെയുള്ള എല്ലാ ബുക്സും ഒരു ജൈന്റിന്റെ അത്രയും വലുതാണ്. എന്തുമാത്രം ബുക്സ് ആണെന്ന് നോക്കി. ഇതാണ് എന്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഔൾ ലൈബ്രറി. ഒഹാറയിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ എല്ലാ സിംഗിൾ ബുക്കും ഇവിടെയുണ്ട്. ഒരെണ്ണം പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. സത്യം പറയുവാണെങ്കിൽ എനിക്കിത് നിന്നെ കാണിക്കാൻ പറ്റുമെന്ന് പോലും ഇതുവരെ ഓർത്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സോള് വീണ്ടും ചെറുതായിട്ടൊന്ന് കരയും. പിന്നെ നമ്മുടെ റിലം ഓഫ് ഡെഡ് ആണ് കാണിക്കുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ ലോക്കിയും പുള്ളിക്കാരന്റെ സൈഡിൽ ഒരു ചെറിയ സ്നേഹിലും ഉണ്ട്. ആരുമായിട്ട് നമ്മുടെ ലോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ നേരത്തെ എന്നോട് പറഞ്ഞ ആ ഒരു മൊമെന്റ് ഓഫ് ഫിയർ അല്ലേ, അതും പേടിച്ചാണോ നീ ഇപ്പോഴും മോട്ടിവേറ്റ് ആകുന്നത്? അതെ, ഞാനിപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അത് ഓർക്കാൻ നേരത്ത് തന്നെ എന്റെ കൈയും കാലും വിറക്കാൻ തുടങ്ങും. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഞാനെങ്ങനെ ആയിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ആ സ്ഥലം ഫുള്ള് തലകുത്തി മറിച്ച് അവിടെയുള്ള എല്ലാരും വലിച്ചു കീറി കൊന്നു കളഞ്ഞു. പെട്ടെന്ന് ആ പുള്ളി പറയുകയും ചെയ്യും, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ലോക്കി ചൂടാകുന്നു. നീ ശരിക്കും ഇത് പാവമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും മോസ തന്നെയാണോ? ഈ മോസ എന്നൊക്കെ പറയുന്നത് ഒരു സെലസ്ട്രിയൽ ഡ്രാഗൺ ഇല്ലേ, ആ ഒരു ടീമിനൊക്കെയാണ്. അവരെയാണെന്നല്ല, ഒരു സം കൈൻഡ് ഓഫ് നോബിൾ, ഡ്യൂക്ക് ഓർ ഒഫീഷ്യൽ വിത്ത് എ ഹൈ റെസ്പെക്റ്റീവ്ലി സ്റ്റാറ്റസ് എന്നൊക്കെയാണ് ഓട ഇതിന്റെ താഴത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ മോസനെ നീ അവർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കാതെ അവരെ കൊന്നിരിക്കണം. എനിമിക്കൊക്കെ ഇങ്ങനെ ചാൻസ് കൊടുക്കുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. നീ ഇങ്ങനെ കിടന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ ഒരു കൈൻഡ്നെസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ ഇടയ്ക്ക് കുറച്ചധികം കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. മതി മിണ്ടായിരിക്കും. എനിക്കിത് കേട്ടിട്ട് തന്നെ എന്താണ്ടൊക്കെ പോലെ തോന്നുന്നു. കൈൻഡ്നെസ്സോ അതും എൻ്റെ ഉള്ളിലോ? മതിയടാ നിർത്തി. നീ എന്തായാലും കുറച്ചുകൂടെ നാൾ കാത്തിരിക്കും മോസ, എൻ്റെ ഈ ചെന്ന് അഴിയുന്നവരെ നീ ഒന്ന് കാത്തിരിക്കും. പിന്നെ നമ്മുടെ വെസ്റ്റ് വില്ലേജ് ആണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുവാണ്. പെട്ടെന്ന് ഒരു ക്യാസിലിന്റെ അകത്തേക്ക് എന്താ പറയാ ഒരു ലൈറ്റ്നിങ് വരും, ഒരു ബ്ലാക്ക് ലൈറ്റ്നിങ്. പിന്നെ രണ്ട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനാണ് കാണിക്കുന്നത്. അവരുടെ ചുറ്റിനുമായിട്ട് ഒരു മാജിക് സർക്കിളും ഉണ്ട്. നമ്മുടെ സാറ്റേണൊക്കെ എഗ് ഹെഡ് സമൺ ചെയ്തില്ലേ, ഏകദേശം അതേപോലെ തന്നെ. പിന്നെ കാണിക്കുന്നത് 2 പേരെയാണ്. ഒന്ന് ഒരു ഫീമെയിൽ ആയിട്ടുള്ള ക്യാരക്ടറിനെ, മറ്റൊന്ന് നമ്മുടെ ഷാങ്സിനെ പോലെ ഇരിക്കുന്ന മറ്റൊരാളെയും. ഇതിന് ഷാങ്സ് ആണോ അതൊരു വേറെ ആരെങ്കിലും ആണോ എന്ന് ആർക്കും തന്നെ അറിയില്ല. ഇങ്ങനെ ഒരു പാനലും തന്നുകൊണ്ടാണ് 2024 അവസാനത്തെ ചാപ്റ്റർ ഓട അങ്ങനെ അവസാനിപ്പിക്കുന്നത്. അടുത്ത ആഴ്ച എന്തായാലും ഒരു ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ കാത്തിരിക്കാം.